രണ്ട് മനുഷ്യർ സഹാറ മരുഭൂമിയിലൂടെ നടക്കുകയാണ്. റോഡില്ല, ചുറ്റും മറ്റടയാളങ്ങളില്ല, ആരെയും ബന്ധപ്പെടാൻ ഫോൺ സിഗ്നൽ ഇല്ല. നോക്കുന്നിടത്തെല്ലാം ചുട്ടുപഴുക്കുന്ന മണൽ കൂനകളും തലക്കു മുകളിൽ 50 ഡിഗ്രിയിൽ കൂടുതൽ ചൂടിൽ കത്തിയൊരുകുന്ന സൂര്യൻ. ഇത് ആടുജീവിതം സിനിമയിലെ ഒരു സീനാണെന്ന് കരുതിയെങ്കിൽ തെറ്റി. ഇത് ഈ കഴിഞ്ഞ മാസം യഥാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമാണ്. ഇന്ത്യയിലല്ല, അങ്ങ് സഹാറയിൽ, ആഫ്രിക്കയിൽ. ലോകം കൂടുതൽ ബന്ധിതമായി ചുരുങ്ങി വരുന്ന ഈ കാലത്ത് പണ്ടത്തേതുപോലെ മരുഭൂമികൾ താണ്ടി ജോലി അന്വേഷിച്ചു പോകുന്നവർ ഇല്ല എന്നാണ് നിങ്ങൾ കരുതുന്നതെങ്കിൽ തെറ്റി. ആ കഥയാണ് ഇന്ന് പറയുന്നത്. നിജർ എന്ന രാജ്യത്തിന്റെ കഥ. ആ രണ്ടു പേരുടെ പേരുകൾ മുഹമ്മദ് ബഷീർ സുലെ, ഇസ ഒമർ. വെള്ളം തേടി തുറന്ന മരുഭൂമിയിലൂടെ 50 കിലോമീറ്ററിലധികം അവർ കാൽനടയായി നടന്നു. പിന്നെ അടുത്തുള്ള പട്ടണത്തിലെത്തി വിവരം അറിയിക്കാൻ വീണ്ടും നടന്നു. രക്ഷാപ്രവർത്തകർ എത്തിയപ്പോഴേക്കും ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നത് ഒന്ന് മാത്രം. ആ രണ്ടുപേരുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റ് 49 പേർക്കുമായി കൂട്ടക്കുഴിമാടങ്ങൾ തയ്യാറാക്കുക. അവരുടെ കൂടെ അവർ സഞ്ചരിച്ചിരുന്ന ട്രക്കിനടുത്തെത്തിയ രക്ഷാപ്രവർത്തകർ കണ്ടത് ട്രക്കിനടിയിലും ചുറ്റുമായി ചിതറിക്കിടക്കുന്ന 49 മൃതദേഹങ്ങൾ. വസ്ത്രങ്ങൾ, ബാഗുകൾ, മണലിൽ കിടക്കുന്ന വ്യക്തിഗത വസ്തുക്കൾ. അവരെ അടക്കം ചെയ്യുന്നത് അതീവ ദുഷ്കരവും വൈകാരികമായി തളർത്തുന്നതുമായ ഒരു ജോലിയായിരുന്നു രക്ഷാസംഘത്തിൽ. ഈ 49 പേർ നടത്തിയ യാത്ര നിജറിൽ സ്ഥിരമായി നടക്കുന്നതാണ്. ജോലിക്ക് വേണ്ടി കുടുംബാംഗങ്ങളെ കാണാൻ ലഭ്യമായ ഒരേ ഒരു വാഹനം ട്രക്കുകളാണ്.